കാസർഗോഡ് വാഹന പരിശോധനയ്ക്കിടെ പോലീസിന് നേർക്ക് ആക്രമണം. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപിന് പരിക്കേറ്റു. വാഹനത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പോലീസിന് നേർക്ക് ആക്രമണം നടന്നിരിക്കുന്നു. വാഹന പരിശോധനയ്ക്കിടെ എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ വാഹന പരിശോധന പോലീസുകാർ നടത്തിയിരുന്നത്. ഒരു ബൈക്കിൽ 3 പേരാണ്. 3 പേർ, ഈ നിലവിൽ പ്രതികളായിട്ടുള്ള 3 പേർ ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ വാഹന പരിശോധനയ്ക്കിടെ അവരെ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഈ വാഹനത്തിന്റെ രേഖകളും മറ്റ് ലൈസൻസ് ഉൾപ്പെടെ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് നൽകാൻ ഇവർ തയ്യാറായില്ല. പിന്നീട് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനിടെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. കൂടുതൽ പോലീസുകാർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തന്നെ മറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ അങ്ങോട്ട് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബലപ്രയോഗവും. അതിനിടെ ഈ പ്രതികൾ ഒരാൾ ഈ കത്തി എടുത്ത് ഈ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത്. കത്തിയെടുത്ത് വീശിയപ്പോൾ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സന്ദീപിനാണ് പരിക്കേറ്റത്. കൈക്ക് 6 സ്റ്റിച്ച് നിലവിലുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സന്ദീപ്. എന്തായാലും നിലവിൽ ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് ഈ 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് കല്ലൂരാവി സ്വദേശി മുഹമ്മദ് ഷമി, നാരമ്പാടി സ്വദേശികളായ അമീർ, മുഹമ്മദ് സഫാൻ എന്നിവരെയാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വധശ്രമത്തിനാണ് ഈ 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.